ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട ആത്മീക രഹസ്യങ്ങളെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. തിരുവചനത്തിലുള്ള കാര്യങ്ങളാണ്. അത് നമ്മുടെ ശുശ്രൂഷയിലും നമ്മുടെ ജീവിതത്തിലും പ്രയോജനമായി തീരട്ടെ. ഈ ശുശ്രൂഷ ഒരു പക്ഷേ 2 ഭാഗങ്ങളായിട്ടായിരിക്കും ഇത് പ്രക്ഷേപണം ചെയ്യുന്നത്. ഇത് ഇപ്പോൾ കേൾക്കുന്നവരും പിന്നീട് കേൾക്കുന്നവരെയും ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഈ വചനം, ഈ ആലോചന നമുക്ക് അനുഗ്രഹവും വിടുതലുമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എബ്രായലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. 2-ാം വാക്യം. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. 3-ാം വാക്യം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. നമ്മളെടുക്കുന്ന 1-ാം വാക്യമാണിപ്പോൾ. തുടർന്ന് നമ്മൾ വചന ശുശ്രൂഷയിൽ ചിന്തിക്കുമ്പോൾ താഴേക്കുള്ള വചനങ്ങളിൽ കൂടെയും നമ്മൾ ടച്ച് ചെയ്ത് പോകും. ആ വചനങ്ങളിലും ചില ആശയങ്ങൾ ഈ ശുശ്രൂഷയിൽ നമുക്ക് എടുക്കേണ്ട വാക്യങ്ങളുണ്ട്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ നമുക്കറിയാം, ഈ കഴിഞ്ഞ അത്ലറ്റിക് ഓട്ട മത്സരത്തിൽ നമുക്ക് പേര് എടുത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരാന്നെനിക്കറിയാം. ഓട്ടക്കളത്തിൽ ഓടി ജയിച്ചു, മെഡലുകൾ, അർഹമായ സമ്മാനം ലഭിച്ചുവെങ്കിലും അത് വീണ്ടും പിന്നീട് ആ ഓട്ടത്തിൽ ട്രാക്ക് തെറ്റിയിരുന്നു. ജയിച്ചു, പക്ഷേ ട്രാക്ക് തെറ്റി. പിന്നീട് മറ്റൊരു ഓട്ടത്തിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. 2 കാര്യങ്ങൾ ചേർന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒന്ന്, മയക്കുമരുന്ന് കഴിച്ച് ഓടി ജയിച്ചു. ലഹരി കഴിച്ചിട്ട്, ഉത്തേജന മരുന്ന് കഴിച്ചിട്ട് ഓടി ജയിച്ചു, സമ്മാനം വാങ്ങിച്ചു. ഗവൺമെൻറ് ആ സമ്മാനം തിരികെ വാങ്ങിച്ചു. അപ്പോൾ 2 പേരും ഓടി അവർ ഏകദേശം ബിരുദ പ്രാപിക്കേണ്ട അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിയെങ്കിലും ഒരാൾക്ക് ട്രാക്ക് തെറ്റിപ്പോയി. കയ്യും കാലും അടിച്ച് വെപ്രാളത്തിൽ ഓടി എങ്ങോട്ടോ നോട്ടം തെറ്റിപ്പോയി. അല്ലെങ്കിൽ കരയിലിരുന്ന് ആരോ കമൻ്റ് ഇട്ട് കാണും, അല്ലെങ്കിൽ ഷോ കാണിച്ചു കാണും, അല്ലെങ്കിൽ വിളിച്ചു കാണും. അങ്ങോട്ട് നോക്കിയ കൂട്ടത്തിൽ ആ ട്രാക്കൊന്ന് മാറിപ്പോയി. പുള്ളി ഓടി ജീവിതത്തിൽ അങ്ങനെ ഓടിയില്ല. പക്ഷേ ട്രാക്ക് തെറ്റിപ്പോയി.
മറ്റേയാൾ ആരും അറിഞ്ഞില്ല. ലഹരി ഉത്തേജന മരുന്ന് കഴിച്ചുവെങ്കിലും പിന്നീട് പരിശോധനയിൽ തെളിഞ്ഞു ഇദ്ദേഹം തെറ്റാണ്, വ്യവസ്ഥ ലംഘിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രതിഫലം നഷ്ടപ്പെട്ടു പോയി, അഥവാ കിരീടം നഷ്ടപ്പെട്ടു പോയി, ബിരുദ് പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. പ്രിയരെ, നമ്മുടെ ഈ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ഈ ബിരുദ് നഷ്ടപ്പെടരുത്. നമ്മുടെ ഈ ബിരുദ് നഷ്ടപ്പെട്ടാൽ നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ആ ലക്ഷ്യത്തിലേക്കും ആ പ്രതിഫലം നമുക്ക് ലഭിക്കത്തില്ല. ആകയാൽ ജയത്തിന് വേണ്ടി ബിരുദ് പ്രാപിക്കുവാനായിട്ട് നമുക്ക് ഓടാം. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആരാണ് ഈ സാക്ഷികൾ എന്ന് ദൈവജനത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആരാണ് സാക്ഷികൾ? ഈ സാക്ഷികളെ പറ്റി പഠിക്കുമ്പോൾ 11-ാം അധ്യായം 1-ാം വാക്യം മുതൽ 11-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം വരെയുള്ള വ്യക്തികളാണ് ഈ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം എന്ന് പറയുന്നത്. ഈ സമൂഹം ഇപ്പോഴുണ്ടോ, അല്ലെങ്കിൽ മരിച്ചവരായിരുന്നു ഇപ്പോഴും അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. എന്നല്ല, ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പിന്നൊരു അവസരത്തിൽ പറയാം. എന്നാലും ഈ സാക്ഷികളാണ് ഈ ചുറ്റും നിൽക്കുന്ന കാണികൾ. ഓട്ടമത്സരത്തിൽ ട്രാക്ക് വരച്ചിരിക്കുന്നു, അതിൽ ഓടുന്നു, അല്ലെങ്കിൽ പന്ത് കളിക്കുന്നു, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ കാണികൾ ആരവാരം മുഴക്കുന്ന, സന്തോഷിക്കുന്ന, അല്ലെങ്കിൽ ആർത്ത് സന്തോഷിക്കുന്ന ഒരു കാണികൾ ചുറ്റും നമുക്ക് നിൽക്കുകയാണ്. ആരാണ് വീഴുന്നത്, ആരാണ് തോൽക്കുന്നത്, ആരാണ് ജയിക്കുന്നത്, ഏത് ടീമാണ്, ഏത് വ്യക്തിയാണ്, ഏതാളാണ്, എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നീ തോറ്റുപോകുമോ, ജയിച്ചിരിക്കുവാണോ, നിൻ്റെ ജീവിതം എങ്ങനെയാണ്, നീ എന്നിട്ട് നല്ല വ്യക്തിയാണോ, നല്ലൊരു വിശുദ്ധനാണോ, നീ പ്രാർത്ഥിക്കുന്നവനാണോ, നീ ആരാധിക്കുന്ന വ്യക്തിയാണോ, നീ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയാണോ, നീ ആരാധിക്കുന്ന ഒരു സ്ത്രീയാണോ, നീ ദൈവത്തെ അനുസരിക്കുന്ന ഒരു ദൈവപൈതലാണോ, നീ മാതാപിതാക്കളെ അനുസരിക്കുന്ന ഒരു കുഞ്ഞാണോ, അല്ലെങ്കിൽ നീ ഈ ലോകത്ത് വിശ്വാസത്തിൻ്റെ മാതൃക പിൻപറ്റുന്നൊരു വ്യക്തിയാണോ, വിശ്വാസത്തിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണോ എന്ന് നോക്കുന്ന, ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടം ജനം, വിശ്വാസികളുടെ വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുക. നമുക്ക് മുമ്പേ പോയവർ, നമുക്ക് മാതൃക കാണിച്ചിട്ട് പോയവർ, നമ്മെ രക്ഷയിലേക്ക് നടത്തിയവർ, നമുക്ക് ഉപദേശിച്ച് തന്നവർ, നമ്മുടെ മുമ്പിൽ മാതൃകയോട് ജീവിച്ചവർ അനേകർ, അബ്രഹാം മുതൽ ഇങ്ങോട്ട് ഭക്തന്മാർ അനേകർ ഈ ലോകത്തു നിന്നും മാറ്റപ്പെട്ടവരാണ്. ആ ഒരു സമൂഹം നോക്കി നിൽക്കുകയാണ്, അല്ലാതെ മറ്റു സമൂഹം ഇവിടെ ഇല്ലല്ലോ. അത്ര വിശുദ്ധരായ, അത്രയും ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ സാക്ഷികളായിരിക്കുന്നവർ ഇത്രയും സമൂഹമൊന്നും ഇല്ല. ഈ എബ്രായ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൽ പറയുന്ന 1-2 പേരെ ഞാൻ പേര് വായിക്കാം, ബാക്കി നിങ്ങൾ തന്നെ വായിച്ചാൽ മതി. അവിടെ ആദ്യത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായീൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാനെന്ന് സാക്ഷ്യം ലഭിച്ചു. പിന്നെ വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. നമ്മൾ താഴേക്ക് വരുമ്പോൾ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ ലോകത്തെ ഏറ്റവും അവന് കുറ്റം വിധിച്ചു വിശ്വാസത്തിലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. വിശ്വാസത്തിൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയായി വിളിക്കപ്പെട്ടവരെ അനുസരിച്ചു. എവിടേക്ക് പോകുന്നെന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്തൊരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവൻ മൃതപ്രായനായവനും തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതിച്ചു. ഇങ്ങനെ അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ചു.
അങ്ങനെ വിശ്വാസത്താൽ ഇസ്ഹാക്കിനെ ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തെങ്കിൽ യോസഫിൻ്റെ മക്കൾ ഇരുവരെയും അനുഗ്രഹിച്ചു. യോസഫിനെ കാണുന്നു, മോശയെ കാണുന്നു. മോശ വിശ്വാസത്താൽ മോശ ജനനത്തിങ്കിൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുള്ള കഷ്ടത അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നും എണ്ണുകയും ചെയ്തു. അത് താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, ഇനി എന്ത് പറയുന്നു? ഗിദയോൻ, ബാരാക്ക്, ശിംശോൻ, ഇബ്താഹ്, ദാവീദ് എന്നിവരെയും ശൗമേൽ മുതലായ പ്രവാചകന്മാരെക്കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. എനിക്കും സമയം പോരാ. നമ്മളത് വായിച്ചാൽ മതി. ദൈവത്തിന് മഹത്വം. അപ്പോൾ ചുറ്റും നിൽക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ ഓട്ടം മത്സരമല്ല, നമ്മുടെ ഈ വിശ്വാസ ജീവിതം കാണാനായിട്ട്, നമ്മുടെ നീക്കങ്ങൾ, നമ്മുടെ ജീവിതം കാണാൻ, നമ്മുടെ കുറ്റവും കുറവും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ അവർ പരിശോധിക്കുകയാണ്. ആരാണ് ഈ ആത്മമണവാളനായ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്? അത്രയ്ക്ക് ക്ലിയറായൊരു വ്യക്തിയെ മാത്രമേ ഇവർ അംഗീകരിക്കത്തുള്ളൂ. ഈ സാക്ഷികൾ, ശരിക്കും ഈ സാക്ഷികളുടെ അംഗീകാരം കൂടെ ലഭിക്കണം. തീർച്ചയായും വിശ്വാസന അബ്രഹാമിൻ്റെയും ആ ഭക്തന്മാരുടെ ആ ഒരു വലിയ സാക്ഷ്യം കൂടെ നമുക്ക് പ്രാപിക്കുക. ഇവരുടെ മുമ്പിലാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത്. ഈ സാക്ഷികൾ സ്വർഗത്തിലും ഉണ്ടാകും. ഈ വിശുദ്ധന്മാരുടെ വലിയൊരു സംഘം, നമുക്ക് മുമ്പ് പോയ ഭക്തന്മാർ, ആ സംഘത്തിൻ്റെ നടുവിലാണ് ആദ്യഫലം ക്രിസ്തു. പിന്നെ ശേഷിക്കുന്നവർ അബ്രഹാം മുതലായ ഭക്തന്മാരിൽ കൂടെ ഇങ്ങനെ ആ പ്രതിഫലം വിഭജിക്കുമ്പോൾ ഇവരെല്ലാം അവിടെയുണ്ട്. ആരെല്ലാം ഓടി, ആരെല്ലാം ജയിച്ചു, ആരെല്ലാം ഓടി ജയിച്ചു, ആരെല്ലാം ഓടി തോറ്റു. ഇതിന് റിലേ ഉണ്ട്. ഈ ഓട്ടത്തിൽ റിലേ ഉണ്ട്. റിലേ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശരിക്കും ഫിനിഷിങ് പോയിൻറ്റ്സ് ഉണ്ട്. ഫിനിഷിങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പാതകൾ, അതുപോലെ കർത്താവിൻ്റെ മുഖം കണ്ടാണ്, ആ ശോഭ കണ്ടുകൊണ്ട് ആ കർത്താവിൻ്റെ ആ വിരുദിലേക്കാണ്. റിലേയിലെ ബാറ്റൺ എന്ന് പറയുന്നത് ശരിക്കും ആ വിരുദാണ് നമ്മൾ പിടിക്കുന്നത്. ആ വിരുദ് പ്രാപിക്കാൻ, ആ വിരുദ് ആണ് നമ്മൾ കൈ പിടിച്ചിരിക്കുന്നത്. ആ വിരുദ് നഷ്ടപ്പെട്ടു പോകാൻ, ആ ഉപനിധി നഷ്ടപ്പെടാതെ ആ വിരുദിനെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ റിലേ, അല്ലെങ്കിൽ നമ്മൾ ഓടുന്നവരുമുണ്ട്, റിലേ ഓടുന്നവരുമുണ്ട്, കൈമാറി പോകുന്നവരുമുണ്ട്. അവർ ഓടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇത് ഓടുന്നവർ അനേകരുണ്ട്. ഇത് ജയിക്കുന്നത് ഒരു വ്യക്തി മാത്രമല്ല, എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ്. ഈ ഓട്ടത്തിൽ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടത്തുള്ളൂ. പക്ഷേ ഈ ഓട്ടം അങ്ങനെ നിസ്സാരമായി ഓടി ജയിക്കാൻ പറ്റുന്ന ഓട്ടമല്ല. ഇത് എല്ലാവരും ഓടുന്നെങ്കിലും ഈ ട്രാക്ക് തെറ്റാതെ ഓടുകയാണ് ചെയ്യുന്നത്. ഇവർക്കാർക്കും അതായത് തോൽവിയില്ല, സെക്കൻഡും തേർഡുമില്ല, എല്ലാവർക്കും ഫസ്റ്റാണ്. പക്ഷേ ഇതിന് ഒറ്റ വ്യവസ്ഥയുള്ളൂ, ഓട്ടം എങ്ങും നിൽക്കരുത്. നമ്മൾ ഓടി ക്ഷീണിക്കരുത്, ഓടി മടുക്കരുത്. ഓടുക, ലക്ഷ്യത്തിലേക്ക് ഓടി ലക്ഷ്യത്തിലേക്ക് എത്തുന്നവർക്കാണ് പ്രതിഫലം. ഫിനിഷിങ്ങിലെത്തുക, കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് സമ്മാനം, പ്രതിഫലം. പൗലോസ് പറഞ്ഞു, പിടിക്കാമെന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിടിക്കാമെന്ന് വെച്ച് ഞാൻ ഓടിയെന്നോ പിടിച്ചു എന്നോ അല്ല, ഞാൻ പിന്തുടരുന്നേ ഉള്ളൂ. പൗലോസ് പോലും പറയുന്നത് ഞാൻ പിടിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ആ ബാറ്റൺ അല്ലെങ്കിൽ ആ വിരുദ് പ്രാപിക്കാനായിട്ട് നമുക്ക് ഓടാം. കാണികൾ ആരെല്ലാമാണെന്ന് നമ്മൾ കേട്ടു.
ചിലരുടെ പേരുകളൊക്കെ ഞാൻ വായിച്ചു. അപ്പോൾ ഓടിയവരുടെ പേരും ഓടി തോറ്റവരുടെ പേരൊക്കെ നമുക്ക് തുടർന്നും ചിന്തിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഓടുന്നവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ്? അവർക്ക് വേണ്ട ഏറ്റവും പ്രധാനമായിരിക്കേണ്ട ഒരു വിഷയം അവിടെ വിശ്വാസമാണ്. ഈ വിശ്വാസത്തോട് വേണം നമ്മൾ ഓടാൻ, സ്ഥിരതയോട് വേണം നമ്മൾ ഓടാൻ. വളരെ കരുത്തോടും ഉറപ്പോടും ധൈര്യത്തോടും കൂടെ നമുക്ക് ഓടണം. ഈ ഓട്ടത്തിൽ നാം മാത്രമാണ് ഓടുന്നത്. അനേകർ ഓടുന്നുണ്ടെങ്കിലും നമ്മുടെ വിശ്വാസവും നമുക്ക് ദർശനവും പ്രത്യാശയും നമ്മുടെ വിളിക്ക് യോഗ്യമാവണ്ണം, വിളിക്ക് വിശുദ്ധന് യോഗ്യമാവണ്ണം നമ്മൾ ഓടണം. ആ ദൈവത്തിന് യോഗ്യമാവണ്ണം, ദൈവത്തിന് ഇഷ്ടപ്രകാരം വിശുദ്ധിയോടുകൂടെ ഈ ഓട്ടക്കളത്തിൽ ഓടി വിരുത് പ്രാപിക്കണം. പ്രിയമുള്ളവരെ, കൂടുതൽ അച്ഛനോ അമ്മയോ മക്കളോ ഭാര്യയോ സുഹൃത്തുക്കളോ സഹോദരനോ സഹോദരിയോ ഒന്നും കാണത്തില്ല. നമ്മൾ തന്നെ ഈ ഓട്ടത്തിൽ നമ്മൾ ഓടണം. ഇതൊരിക്കലും ഈ ഓട്ടം തീരും. ഈ ഓട്ടം അവസാനിക്കുന്നൊരു സമയമുണ്ട്. ഓടി ഫിനിഷിങ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. വിശ്വാസമില്ലെങ്കിൽ, പ്രത്യാശയില്ലെങ്കിൽ, ബലമില്ലെങ്കിൽ, കരുത്തില്ലെങ്കിൽ, വിശുദ്ധിയില്ലെങ്കിൽ, ആ ഓട്ടത്തിൽ ആ വിട്ടുകളയേണ്ടത് വിട്ടുകളഞ്ഞ് നമ്മൾ ഓടിയില്ലെങ്കിൽ, ആ ഭാരവും ആ മുറുകെ പറ്റുന്ന ചില ഭാരങ്ങളുണ്ട്. ഈ നമ്മുടെ മേൽ ഇട്ടിരിക്കുന്ന ചില ഭാരങ്ങൾ, ചില ചപ്പുകൾ, വേസ്റ്റുകൾ, ഈ ലോകത്തിലെ ചില വേസ്റ്റുകൾ, ഈ ലോകത്തിലെ ടങ്ക് എന്ന് പറയുന്ന ആ ഒരു ചാണകം എന്നൊക്കെ പറയുന്ന ആ വേസ്റ്റ്, അത് ക്രിസ്തു നിമിത്തം ഞാൻ ചപ്പും ചവറുമെന്ന് എണ്ണുന്ന മറ്റൊരു വാക്കാണ് അവിടെ പറയുന്നത്. ഈ ലോകത്തിൽ നികൃഷ്ടമായി ആർക്കും വേണ്ടാത്തൊരു വസ്തുവിനെ പോലെയാണ് ഈ ലോകം പൗലോസ് കണ്ടിരിക്കുന്നത്. ഇതിനെ വിട്ടാണ് നമ്മൾ ഓടുന്നത്. ഇതിനെ വിട്ട് നമ്മൾ പ്രകാശത്തിലേക്ക്, ഒരു തേജസ്സിലേക്ക്, ഒരു പുതിയ ലോകത്തിലേക്ക്, ഒരു പുതിയ പ്രപഞ്ചത്തിലേക്ക്, ഒരു പുതിയ സൃഷ്ടിയിലേക്ക്, ഒരു പുതിയ യെരുശലേമിലേക്ക്, ഒരു പുതിയ സിയോനിലേക്ക്, ഒരു ആയാറിലേക്ക്, നമ്മൾ ആ സ്വർഗീയ കനാനിലേക്ക് നമ്മൾ ഓടുകയാണ്. ഈ ഓട്ടം അല്പകാലം വരെ. ഈ അല്പകാലം കൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ഓടി ഫിനിഷിങ് ചെയ്യുമ്പോൾ കർത്താവ് നമുക്കൊരു മെഡൽ തരും. അപ്രൂവൽ ഞാൻ നിന്നെ അംഗീകരിച്ചിരിക്കുന്നു. എൻ്റെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് ഓടിക്കണം. ഇടയ്ക്ക് ക്ഷീണം വരും, ഇടയ്ക്ക് തളർച്ച വരും. ഇരിക്കുന്നു കുഴപ്പമില്ല, ഒന്ന് റെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഓടിക്കണം. മനുഷ്യരാണ്. നിൽക്കരുത്, ഇരിക്കരുത്. പക്ഷേ ആ ക്ഷീണിച്ചാൽ ഉള്ളിൽ ആ ശക്തി നമ്മൾ വ്യാപരിച്ചുകൊണ്ടിരിക്കണം. ക്ഷീണം മാറും, വീണ്ടും ഓടിക്കണം. കർത്താവിനെ ആശ്രയിച്ചോണം. ഒരുപക്ഷെ നമ്മൾ തളർന്നു പോവും, ക്ഷീണിച്ചു പോവും, മടുത്തു പോവും, വീണു പോവും. അവിടെ നമ്മുടെ ജീവിതം ചിലപ്പോൾ ഒരുപക്ഷെ അറ്റുപോകാം. അവിടെ വിശ്വാസക്കപ്പൽ തകർന്നു പോയെന്ന ഹിമനിയോസും തേമാസും അലസാന്തരും ഒക്കെ, ഇവരെല്ലാം വിശ്വാസക്കപ്പൽ കർത്താവിന് വേണ്ടി ഇറങ്ങിയവർ അഭിഷക്തന്മാരായിരുന്നു. ഇവരെല്ലാം പിന്മാറിപ്പോയി, ലോകത്തിലേക്ക് പോയി. അവിടെ വിശ്വാസക്കപ്പൽ തകർന്നു പോയി. ഒരു നങ്കൂരം അവർ എവിടെയോ ഇടിച്ച് തകർന്നു പോയി. പക്ഷെ പൗലോസ് കയറിയ അലക്സാണ്ട്രിയ കപ്പൽ തകർന്നു പോയില്ല. അത് നങ്കൂരം അല്ലെങ്കിൽ അത് കരയ്ക്കടുത്തു. അവർ രക്ഷ പ്രാപിച്ചു. 267 പേരുമായിട്ട് യാത്ര ചെയ്തവർ അവർ രക്ഷപ്പെട്ടു. പൗലോസിൻ്റെ വാക്ക് കേട്ട അവർ വിശ്വാസത്താൽ അവർ അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ആ വിശ്വാസ കപ്പൽ തകർന്നു പോയില്ല. ആ വിശ്വാസത്തിൽ കപ്പൽ പുറപ്പെട്ടു. ഓരോ പലകയിലും ആ വിശ്വാസം ഉണ്ടായിരുന്നു. അവർ രക്ഷപ്പെട്ട ആ ദ്വീപിലേക്ക് അവർ അണങ്ങുവാൻ, മെലീത്തായിലേക്ക് അവർ അണഞ്ഞു. പ്രിയമുള്ളവരെ, വിശ്വാസമില്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ചു പോകും. ലക്ഷ്യം യേശുവിൻ്റെ അടുക്കലാണ്. യേശുവിൻ്റെ അടുക്കലെത്തുമ്പോൾ
നമ്മുടെ ഓട്ടം തീരും. യേശുവിനെ മുഖാമുഖമായി കാണുമ്പോൾ നമ്മുടെ ഓട്ടം തീരുകയാണ്. നോക്കാൻ കൊള്ളാവുന്ന ഒരൊറ്റ മുഖമേ ഉള്ളൂ പ്രിയമുള്ളവരെ. നോക്കാം കൊള്ളാവുന്ന, നമുക്ക് ശ്രദ്ധിച്ച് നോക്കാൻ. ഒരിക്കലും ആ മുഖം നമ്മളെ നോക്കി മുഖം മാറ്റത്തില്ല. ആ മുഖം ഒരിക്കലും നമ്മിൽ നിന്നും മുഖം തിരിക്കത്തില്ല. നമ്മെ നോക്കി പുഞ്ചിരിക്കുന്ന, നമ്മെ സ്നേഹത്തോടെ നോക്കുന്ന, നമ്മളെപ്പോഴവിടെ എത്തും, എൻ്റെ മകൾ, എൻ്റെ മകൻ എപ്പോൾ എൻ്റെ അടുക്കൽ വരും എന്ന് നോക്കി നിൽക്കുന്ന ഒരു പുത്രനെ പോലെ, ഒരു പിതാവിനെ പോലെ 2 കരവും നീട്ടി കർത്താവ് ഫിനിഷിംഗ് പോയിന്റിലുണ്ടാകും. അത് ഞാൻ വിശ്വസിക്കുന്നു. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. പ്രിയരെ, ആരെല്ലാമാണ് ഓടിയത്? ഓടുന്നവരൊന്നും വെറുതെ അല്ല ഓടിയത്. ഒരു യുദ്ധം ചെയ്തുകൊണ്ട് വേണം ഓടാൻ. ഒരിക്കലും വെറുതെ അങ്ങ് ഓടുകയല്ല ചെയ്യുന്നത്. ഇതിന് 10 വസ്ത്രങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഇതൊക്കെ നമുക്ക് ഉപകാരപ്പെടുവാൻ ഇടയാകും. ഇതൊരു 2-3 മണിക്കൂറത്തെ ക്ലാസ് പോലെ എടുക്കാൻ പറ്റിയ ആ വിഷയമാണ്. ഇതൊക്കെ വേഗം ഞാൻ പറഞ്ഞു പോകുന്നു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഇതിന് 10 വസ്ത്രങ്ങളെപ്പറ്റി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നു. 10 വസ്ത്രങ്ങളെപ്പറ്റി കാണാൻ കഴിയുന്നുണ്ട്. 1 എബ്രായ ലേഖനം 12:1 യേശു ക്രിസ്തുവിനെ ധരിച്ചു കൊണ്ടോടണം. യേശു ക്രിസ്തു എന്ന ആ ദർശനം, ആ ഒരു വിഷൻ നമ്മുടെ ഹൃദയത്തിലേക്ക് ഉണ്ടാകണം. യേശുവിനെ നമ്മളിലേക്ക് സാംശീകരിക്കണം. യേശുവിനെ നമ്മളിലേക്ക് ഉൾക്കൊണ്ട്, യേശുവിനെ നമ്മളിലേക്ക് ആമേൻ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടിരുത്തണം. കർത്താവിൻ്റെ ആത്മാവിൽ നമ്മൾ നിറയപ്പെടണം. കർത്താവിൻ്റെ തേജസ്സിലേക്ക്, ആ അഭിഷേകത്തിലേക്ക് നമ്മൾ വന്ന് അത് ഏറ്റെടുക്കണം. യേശുവിനെ ധരിച്ചുകൊണ്ട്, പുത്രനെ ധരിക്കണം. നമ്മൾ പഴയ മനുഷ്യനെ ഒരിഞ്ഞു കളയണം. പ്രിയമുള്ളവരെ, സ്നാനപ്പെട്ടാൽ മാത്രമൊന്നും നമ്മൾ സ്വർഗത്തിൽ പോകത്തില്ല കേട്ടോ. നമ്മുടെ തെറ്റായ ചിന്താഗതികളൊക്കെ കളയണം. ബന്ധക്കോസുകാരുടെ ബന്ധക്കോസ് വരണമെങ്കിൽ സ്നാനപ്പെടണം. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉത്തരവാദിത്വമില്ല. ഞായറാഴ്ച പള്ളി വരും, ഇരുന്നു, പ്രാർത്ഥിച്ചു, ആരാധിച്ചാൽ ആരാധിച്ചു, ദശാംശം ഇട്ടു, ദേവദാസം പറഞ്ഞ് പാടി തൊണ്ട പൊട്ടിയാലും നമ്മളും ആ പാട്ടിനോട് ചേർന്നൊരു പാട്ട് പാടത്തില്ല. ആളെ തൊണ്ട പൊട്ടി ചോര വരെ വരും. ചില ദിവാസം പാട്ടൊക്കെ വായിക്കൂടെ ചോര വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പാട്ട് പാടി കൈയടിച്ച് കൈ പൊട്ടി, ശബ്ദമില്ല, പാട്ടില്ല. അതുകൊണ്ട് പുള്ളിയെ ഇങ്ങനെ പാടുക. വായിക്കൂടെ ചോര വരെ വന്നിട്ട് പോലും വിശ്വാസികൾക്ക് ഒരു മാനസാന്തരമില്ലാത്ത. അതുകൊണ്ട് സ്നാനപ്പെട്ടാൽ മാത്രം പോരാ. 10 വസ്ത്രങ്ങളെ പറ്റിയല്ല, 14 വസ്ത്രങ്ങളെപ്പറ്റി ഞാൻ പറയാൻ ശ്രമിക്കാം. അത്രയൊന്നുമല്ല, ഞാൻ അതിൽ ഉണ്ടായിരിക്കാം. എങ്കിലും ഇങ്ങനെയുള്ള ചില വസ്ത്രങ്ങളെപ്പറ്റി ഞാൻ വേഗം ഒന്ന് പറയട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വാക്യം 14:1 സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചന വരവും വാഞ്ചിപ്പീൻ. അപ്പോൾ നമ്മൾ അവിടെ എഴുതുന്ന സ്നേഹം ആചരിക്കുക. ഈ ലോകത്ത് ദൈവമക്കൾ ആചരിക്കേണ്ട ഒരു ആചാരമുണ്ട്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആചാരമാണ്. ഈ ആചാരം എപ്പോഴും നമുക്കുണ്ടാകേണ്ട ആചാരമാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള ആചാരമാണ് സ്നേഹം.
നമ്മുടെ മാതാപിതാക്കളെ മാത്രമല്ല, മക്കളെ മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളെയും അപ്പനെയും നമ്മുടെ സഹോദരങ്ങളെ മാത്രമല്ല, സഹജീവികളോടും ഈ സകല മനുഷ്യരോടും, ശത്രുക്കളോട് പോലും നമ്മൾ ഈ സ്നേഹം വെളിപ്പെടുത്തിയേ പറ്റൂ. പ്രത്യേകിച്ച് ഈ കന്യാസ്ത്രീമാരുടെ വിഷയത്തിലും ഒക്കെ നമ്മൾ ഈ സ്നേഹം വെളിപ്പെടുത്തും. നമ്മുടെ സ്നേഹം വെളിപ്പെടാത്തത് കൊണ്ടാണ് മറ്റ് ജാതികൾ നമ്മളെ മനസ്സിലാകാതിരിക്കുന്നത്. ലോകത്തിലുള്ള ജാതികൾക്കും നമ്മളെ മനസ്സിലാകുന്നില്ല. കാരണം നമ്മൾ ആരെയും സ്നേഹിക്കുന്നില്ല. നമ്മുടെയൊക്കെ തൻ്റെ ഇടവും നമ്മുടെയൊക്കെ ഈ ഒരു പ്രത്യേക സ്വഭാവങ്ങളൊക്കെ, ഞാൻ വിശ്വാസികളാണ്, എൻ്റെ പോക്കറ്റിലാണ് ദൈവം, ഞങ്ങൾ പണ്ടത്തെ പാരമ്പര്യവും നമ്മുടെ പണ്ടത്തെ വിശ്വാസവും പണ്ടത്തെ അന്യഭാഷയും പണ്ടത്തെ ആ ഒരു സ്നാനപ്പെട്ട ദിവസത്തെ സന്തോഷം കൊണ്ട് നമ്മളിരിക്കുക. 10, 40, 50 വർഷം കഴിഞ്ഞു. ഇപ്പോഴും നമുക്ക് കാര്യം പിടികിട്ടിയിട്ടില്ല. പ്രിയരേ, ദൈവമക്കളെ, ഒന്ന് മാനസാന്തരപ്പെട് പ്രിയരെ. മതി പ്രിയരെ, മതി മതി. നിങ്ങളൊന്ന് മടങ്ങി വാ പ്ലീസ്. നമ്മൾ സ്നാനപ്പെട്ടാലൊന്നും പോരാ പ്രിയരെ. ഈ സ്നേഹം ആചരിക്കണം. നമ്മുടെ ഈ 4 കൂടിയ ചുവരിൻ്റെ അകത്തല്ലെന്നേ ഈ സ്നേഹം. നമ്മുടെ ദൈവമക്കളെ പോലും സ്നേഹിക്കുന്നില്ലല്ലോ. പുറത്തുള്ളവർ പോലും നമ്മളെ സ്നേഹിക്കുന്നില്ല. പിന്നെ ഇങ്ങനെ ദൈവമക്കൾ തമ്മിൽ സ്നേഹിക്കുന്നത്. ഈ സ്നേഹം നമ്മൾ ആചരിക്കേണ്ടതാണ്. ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്നതല്ല. ഇത് ആചരിച്ചേ പറ്റൂ. ഇത് ആചാരമാണ്. പൗലോസ് പറയണം, ഇത് ആചരിപ്പീൻ. അത് ഉത്സാഹിക്കണമെന്ന് എഴുതിയേക്കുന്നത്. ആചരിപ്പാൻ ഉത്സാഹിക്കണം. ആ സ്നേഹം ആചരിക്കാൻ ഉത്സാഹിക്കണം. 1 തിമോഥെയോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 1 തിമോഥെയോസ് നിങ്ങൾ വായിച്ചാൽ മതി. 1 തിമോഥെയോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യം. നന്മ ചെയ്യുവാൻ നമ്മൾ ഉത്സാഹിക്കണം. നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കണം. നന്മ ചെയ്യണം. അത് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ നന്മ ചെയ്യണം. മക്കൾക്ക് നമ്മൾ നന്മ ചെയ്യണം. എത്രയോ കുഞ്ഞുങ്ങളെ ക്രൂരമായി ഉപദ്രവിക്കുന്നു. അവരെയൊക്കെ മറക്കുന്ന മാതാപിതാക്കളുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ മറന്നു പോകുന്നവർ, തള്ളിക്കളയുന്നവർ, ഉപേക്ഷിക്കുന്നവരുണ്ട്. അത് പാടില്ല, തെറ്റാണ്. നമ്മുടെ രക്തം, നമ്മുടെ ബന്ധം, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്നും നമ്മൾ ഉപേക്ഷിക്കരുത്. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ മാനസികമായിട്ട് നമ്മൾ ഉപേക്ഷിക്കരുത്. അവരെന്ത് പറഞ്ഞോട്ടെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി. പക്ഷേ അവരെ ഒരിക്കലും ഉപദ്രവിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യരുത്. നന്മ ചെയ്യണം. ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും സാധുക്കൾക്കും നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു എളിയവനും ഭിക്ഷയിടക്കെടുക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നമ്മുടെ സ്നേഹത്തിൻ്റെ നമ്മുടെ നന്മയുടെ ഒരു പകുതി അവർക്കുള്ളതാണ്. ദൈവവചനത്തിൽ തന്നെ ഉണ്ടല്ലോ, മുന്തിരിത്തോട്ടവും ഒക്കെ പറിക്കുമ്പോൾ കാല പറക്കരുത്. കാല ഇട്ടിരിക്കുവാണ്. അവർക്ക് വേണ്ടി 1-2 അവിടെ ഇടും. അവിടെ ശേഷം പറിച്ചുകൊണ്ട് പോരുത്, മൊത്തം പറിച്ചുകൊണ്ട് പോരുത്. അവിടെ ഇവിടെയൊക്കെ 1-2 നിർത്തിയിരിക്കും. മുഴുവനും പറിച്ചുകൊണ്ട് പോകത്തില്ല. അത് നീതിയുള്ള ഒരു യജമാനും ചെയ്യത്തില്ല. ദുഷ്ടന്മാരാണ് ചെയ്യുന്നത്. അരികു മൊത്തം കൊയ്യരുത്. കൊയ്യുമ്പോൾ അരികു മൊത്തം കൊയ്തുകൊണ്ട് പോകരുത്. അത് ദരിദ്രർക്കുള്ളതാണ്. അതെടുക്കാനാണ് രൂത്ത് വന്നത്. ആ രൂത്ത് അതാണ്. ആ അരികിലുള്ളതാണ്. അത് ജാതികൾക്കുള്ളതാണ്. ഭൂമി നിൻ്റേതാണ്, വിത്ത് നിൻ്റേതാണ്, പണിക്കാരൻ നിൻ്റെ വയല. ശരിയാ, പക്ഷേ ഈ ഭൂമി നിൻ്റേതല്ല. ഈ വിളവ് വരുന്ന ദൈവത്തിനൊരു വ്യവസ്ഥയുണ്ടത്. അതുകൊണ്ടാണ് ഇന്ന് വിത്തിട്ട ഫലമില്ല. നീ കൃഷിയിട്ട ഫലമുണ്ടോ? ഈ ഭൂമി എതിരെ നിൽക്കുക. ഭൂമി നിന്നോട് എതിര് പറയും. നിനക്ക് പ്രതികൂലമായിട്ട് നിൽക്കുക പ്രിയരെ. പ്രകൃതി നിനക്ക് പ്രതികൂലമായി നിൽക്കുക. നന്മ ചെയ്യാൻ പഠിക്കുക. 4-ാമത്തെ കാര്യം നീതി ചെയ്യുവാനായിട്ട് ഉത്സാഹിക്കണം. നീതി ആയിരിക്കണം. ചിലതൊക്കെ നീതി സ്റ്റോർ എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഒരു നീതി അവിടെ ഇല്ല. നീതിമാൻ എന്നുള്ളൊരു പേരൊക്കെ, പക്ഷെ ഒരു നീതിയും അവരുടെ ജീവിതത്തിലില്ല. പ്രിയരെ, നമ്മൾ നീതിയോടെ ജീവിക്കണം. നീതിയുള്ളവരായിരിക്കണം, വിശ്വസ്തരായിരിക്കണം. ബസ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പ്രായമുള്ളവർക്ക് നമ്മൾക്ക് ഇരിക്കാൻ സീറ്റ് കൊടുക്കണം. ബന്ധുക്കോസുകാരാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദു സഹോദരി, ഒരു അമ്മച്ചിയാണ്, പ്രായമുള്ള സ്ത്രീയാണ്, ഒരു പ്രായമുള്ള യേശുവിനെ അറിയാത്ത ഒരു അപ്പച്ചൻ, പ്രായമുള്ളൊരു വ്യക്തിയാണ്.
നിങ്ങൾക്കറിയാമോ, അവർക്ക് പലർക്കും യേശുവിനെ പറ്റി അറിയത്തില്ല. നിങ്ങൾ പറയാതെ എങ്ങനെ അവർക്കറിയാം? അവരുടെ പുരാണങ്ങളും അവരുടേതായ കാര്യങ്ങളും മാത്രമേ അവർ പഠിച്ചിട്ടുള്ളൂ. നമ്മൾ അവരുടെ യേശുവിനെ പറ്റി, യേശുവിൻ്റെ സ്നേഹം അവരുടെ സംസാരിക്കാൻ അത് സമയം കണ്ടെത്തുമ്പോഴാണ് യേശുവിനിലേക്ക് അവർ കടന്നു വരുന്നത്. എത്രയോ പേര് വാർദ്ധക്യത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നുണ്ട്. നീ ഇതുവരെ ഒന്ന് പറ, നിൻ്റെ നീതി ഒന്ന് വെളിപ്പെടട്ടെ. ഇതാണ് നിൻ്റെ നീതി. നീ മറ്റുള്ളവരുടെ കാണിക്കുന്ന നീതി, മറ്റുള്ളവരെ മാനിക്കുന്നത്, തിരിച്ച് നിനക്കൊരു മാന്യത കിട്ടും. നീ സ്നേഹിക്കുമ്പോൾ തിരിച്ച് നിന്നെ സ്നേഹിക്കും. നിൻ്റെ സ്നേഹത്തിന് വേണ്ടി ഞങ്ങൾക്കറിയാമോ, എനിക്ക് എത്ര ഹിന്ദു സഹോദരന്മാർ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നറിയാമോ? അവരുടെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തെന്നറിയോ? ഒരു മാനുഷിക സ്നേഹം, ഒരു മാനുഷിക നീതിയുണ്ട് ഇതിൻ്റെ അകത്ത്. ഒരു സ്നേഹമാണ്. ആ സ്നേഹം അത് നമ്മളത് കൊടുക്കുക, നിർവ്യാജമായിരിക്കട്ടെ. എന്തിനോ വേണ്ടിയുള്ള, എന്തോ ആവശ്യത്തിന് വേണ്ടി നേടാൻ വേണ്ടിയുള്ള സ്നേഹമല്ല. നമ്മളവരെ സ്നേഹിക്കുക. പ്രിയരെ, പ്ലീസ്, നിങ്ങൾ നീതിയോടെ പെന്തക്കോസ്തുകാരെ സ്നാനപ്പെട്ടാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ നീതിയുള്ളവരായിരിക്കണം. ദൈവദാസന്മാരോടും സഭയോടും ദൈവമക്കളോടും പ്രായമുള്ളവരോടും കൊച്ചു പെൺകുട്ടികളോടും കൊച്ചു കുഞ്ഞുങ്ങളോടും ഒക്കെ നമ്മൾ നീതിയുള്ളവരായിരിക്കണം, വിശ്വസ്തരായിരിക്കണം. നമ്മെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അതിൽ വിശ്വസ്തരായിരിക്കണം. തല പോയാലും നമ്മളിൽ നിന്ന് മാറരുത്. പോട്ടെ, വിഷയം നമുക്ക് വിടാം. അഞ്ചാമത്തത് ദൈവഭക്തി. ദൈവഭക്തി നമ്മൾ മുറുകെ പിടിച്ചോണം. ഈ ഭക്തി, നിൻ്റെ ഭക്തി ഇല്ലാതെയാക്കാനാണ് ശത്രു നോക്കുന്നത്. ഈ ഓട്ടക്കളത്തിൽ നമുക്ക് അഞ്ചാമത് വേണ്ടത് ദൈവഭക്തിയാണ്. ഈ ഭക്തി നമ്മൾ പറയുന്നത് മാത്രമല്ല, ഭക്തിയോടെ ജീവിക്കണം. ഭയഭക്തി പൂണ്ടെന്ന യേശുക്രിസ്തു ഭയഭക്തി പൂണ്ട് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു എന്നാണ്. ഭയഭക്തിയോടെ ജീവിക്കണം. ഭയവും വേണം, ഭക്തിയും വേണം. ഭയമില്ലാതെ ഒരിക്കലും നമുക്ക് ദൈവത്തിൽ നിന്ന് കൃപ, ഭയമില്ലാത്തവർക്ക് ഒരിക്കലും ദൈവത്തെ അനുഭവിക്കാൻ കഴിയത്തില്ല. ഭയപ്പെട്ട് ഭയത്തോടെ ഭയഭക്തിയോടുകൂടെ ജീവിക്കണം നമ്മൾ. ഇന്ന് നിങ്ങൾക്ക് ഭയമില്ലെങ്കിൽ യാക്കോബിൻ്റെ ഭയമായുള്ളവനെന്നാണ്. ദൈവത്തെ പേടിയില്ലേ, നിങ്ങൾ ദൈവത്തെ പേടിച്ചാൽ പറ്റൂ. ഇതല്ല ദൈവം നിങ്ങളെ പേടിപ്പിക്കും. ദൈവത്തെ ഭയമില്ലെങ്കിൽ ഒരിക്കലും വിശ്വാസ ജീവിതത്തിന് മുന്നേറാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, നിനക്ക് ആരാധിക്കാൻ പറ്റത്തില്ല, നിനക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല, നിനക്ക് താഴ്മ ഉണ്ടാകാൻ പറ്റത്തില്ല, എളിമയത സൗമ്യത ഒന്നും നിനക്ക് ഉണ്ടാകുകയില്ല. പ്രിയരെ, സഹോദരങ്ങളുടെ ദൈവമക്കളെ, നമുക്ക് ഇതെല്ലാം ഉണ്ടാകണം. ഇതെല്ലാം നമുക്ക് വേണം. അതുകൊണ്ട് നമുക്ക് അഞ്ചാമത്, നമുക്ക് ആറാമത് വേണ്ടത് വിശ്വാസം. വിശ്വാസം നമുക്കുണ്ടാകണം. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസം എന്നത് ആശയും ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. വിശ്വാസത്താൽ വേണം നമ്മൾ ഈ ട്രാക്കിൽ ഓടുവാൻ, ഈ വിശ്വാസത്തിൽ ഓടുവാൻ. ഏഴാമത് നമുക്ക് വേണ്ടത് ക്ഷമയാണ്. ക്ഷമ വേണം, ക്ഷമ വേണം. മറ്റുള്ളവരോട് ക്ഷമിക്കണം. നമ്മൾ മാതാപിതാക്കളോട് ക്ഷമിക്കണം, സഹോദരങ്ങളോട് ക്ഷമിക്കണം, മക്കളോട് നമ്മൾ ക്ഷമിക്കണം. നമ്മുടെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ദൈവദാസന്മാരോടും ദൈവസഭയോടും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് പരസ്യമായിട്ട് നമ്മൾ ഏറ്റുപറയണം. തിരുമേശ എടുക്കുന്നവരില്ല. നമ്മൾ തിരുമേശ എടുക്കുന്നവർ ക്ഷമ ചോദിക്കണം. ഒരാഴ്ച നമ്മുടെ ജീവിതം അടുത്ത നിമിഷം എന്താ നമുക്ക് അറിയത്തില്ല. ഈ ക്ഷമ ചോദിച്ചില്ലെങ്കിൽ ആ പാപം അങ്ങനെ കിടക്കും. നിനക്ക് നിൻ്റെ സഹോദരനോട് വല്ലതും ഉണ്ടെങ്കിൽ, യാഗപീഠത്തിൽ യാഗവസ്തു വരുന്നതിന് മുമ്പ് നീ ആ സഹോദരനോട് പോയി നിരപ്പ് പ്രാപിക്കും. നിരപ്പിൻ്റെ ശുശ്രൂഷയത്. ഇത് നിസ്സാരമൊന്നുമല്ല. ഇതിനൊക്കെ ന്യായവിധിയുണ്ട്. നമ്മൾ ചുമ്മാ പ്രസംഗം കേട്ടും അതിനെ മാർഗിട്ടും, പ്രസംഗം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ പ്രസംഗം കേൾക്കാം, നല്ല പോയിൻ്റുകളാണ്, നല്ല പ്രസംഗമാണ്, കേൾക്കാൻ രസമാണ്, ചിരിച്ചോണ്ടിരിക്കും. ഓരോ പ്രസംഗത്തിനൊക്കെ തമാശ, ചില പ്രസംഗമൊക്കെ പാട്ടാണ്, ചില പ്രസംഗങ്ങളൊക്കെ കഥകളാണ്, ദൃഷ്ടാന്തങ്ങളാണ്, എൻ്റെ അത് വചനങ്ങളൊന്നുമില്ല. അപ്പോൾ ദൈവഭക്തി, തിമോഥെയോസിൻ്റെ ലേഖനം 1 തിമോഥെയോസിൻ്റെ ലേഖനം 6 അധ്യായം 1 വാക്യം. വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞത് 1 തിമോഥെയോസിൻ്റെ ലേഖനം 6 അധ്യായം 11 വാക്യം. ക്ഷമയെപ്പറ്റി പറഞ്ഞത് 1 തിമോഥെയോസിൻ്റെ ലേഖനം 6 അധ്യായം 11 വാക്യം. പിന്നെ നമുക്ക് 8-മത്തത് സൗമ്യത. ഈ സൗമ്യത, മോശയുടെ സൗമ്യത
വലിയ സൗമ്യനായിരുന്നു. ലോകത്തിൽ വലിയ സൗമ്യനായിരുന്നു മോശ. ഈ സൗമ്യത അവൻ്റെ മേൽ അവന് സൗമ്യനായിട്ട് നടക്കുകയല്ലായിരുന്നു, അവൻ ഓൾറെഡി സൗമ്യനായിരുന്നു. അവനെ സൗമ്യനാകാൻ വേണ്ടി അവൻ സൗമ്യനായി നടക്കുകയല്ലായിരുന്നു. നമ്മളൊക്കെ സൗമ്യനാകാൻ വേണ്ടി നമ്മളിങ്ങനെ ഇങ്ങനെ പാവത്തം പോലെ ഇങ്ങനെ സൗമ്യന് എന്ത് ചോദിച്ചാലും ഒന്നും പറയത്തില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ആരാധിക്കാൻ പോയി മിണ്ടാതെ തിരിച്ചു വരും, ആരോടും ദൈവസഭയ്ക്കകത്ത് ചെന്നാലും ആരോടൊന്നും മിണ്ടത്തില്ല, ആരുടെ സുവിശേഷം പറയത്തില്ല, മൗനവ്രതമായിട്ട് ഇങ്ങനെ നടന്നിട്ടൊന്നും. അത് സൗമ്യതയല്ല, അതല്ല സൗമ്യത. ആവശ്യമായ കാര്യത്തിന് സംസാരിക്കുന്നതെന്ന് അത് അശുദ്ധിയൊന്നും വരത്തില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കണം, ആവശ്യമുള്ള കാര്യത്തിൽ പ്രതികരിക്കണം, ആവശ്യമുള്ള കാര്യത്തിന് നമ്മൾ കാര്യങ്ങൾ പറയണം. ഇവിടെ സൗമ്യനായി മോശ, അതേ സൗമ്യം നമ്മുടെ കർത്താവിനുള്ളത്. താഴ്മയും സൗമ്യതയുള്ളവനാണ്, മുഖം മൃദുവായിരുന്നു. അവിടെ യേശുവിൻ്റെ സൗമ്യതയാണ് ഏറ്റവും വലിയ സൗമ്യത. നമ്മൾ സൗമ്യന്മാരായിരിക്കണം, സൗമ്യതകളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ഇനി അതില്ലെങ്കിൽ നമുക്കിനി വരാൻ പോകുന്ന വലിയ ആപത്തായിരിക്കും വരാൻ പോകുന്നത്. നമ്മളങ്ങ് ഓട്ടമാണ്, നമ്മൾ കിടന്ന് ഓട്ടമാണ്, വിരളി പിടിച്ച് കിടന്ന് ഓട്ടമാണ്. ഈ ഓട്ടത്തിലൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഈ വസ്ത്രം ധരിച്ചിരിക്കുന്ന നമ്മെ കാണുമ്പോൾ മറ്റുള്ളവർ ഉണ്ടോ നോക്കുന്നത് ഇതാണെന്ന്. വെള്ളവസ്ത്രവും വില കൂടിയ ഫോണും വില കൂടിയ കാറും വീടും വാച്ചും ഇതൊന്നുമല്ല മറ്റുള്ളവർ നോക്കുന്നത്. നിന്നിൽ എന്തെങ്കിലും ഫലമുണ്ടോ എന്ന് നോക്കുന്നത്. എന്തെങ്കിലും ബന്ധക്കോസുകാരനകത്ത് ആണ്ട് പോകുന്നു, വലിയ വീടും വെച്ച് വലിയ ഗേറ്റ് വിട്ട് വലിയ പട്ടിയം വളർത്തുന്നതല്ല. അതല്ല സൗമ്യതയും, അതല്ല സമാധാനവും ശുദ്ധീകരണവും സ്നേഹമൊന്നും. 9 സമാധാനമാണ്. 2 തിമോത്തിയോസ് 2:22 വാക്യം. 10ാമത്തെ പോയിൻ്റ് ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയത്തില്ല. ശുദ്ധീകരണത്തോടു കൂടെ വേണം നമുക്ക് ഓടുവാൻ. ഒരു വിശുദ്ധി നമുക്ക് ആവശ്യമാണ്. ദൈവം വിശുദ്ധനാണ്, നമ്മളും വിശുദ്ധരാണ്. നമുക്ക് വിശുദ്ധിയോടുകൂടെ മാത്രമേ വിശ്വാസത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിയത്തുള്ളൂ. വിശ്വാസം മാത്രമല്ല, വിശുദ്ധിയും വേണം, വിവേകം വേണം. അതുപോലെ തന്നെ നമുക്ക് ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. ആ വിശുദ്ധി നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാപിക്കണം, വിശുദ്ധരായിത്തീരണം. എങ്ങനെ നമ്മൾ വിശുദ്ധരായിത്തീരും? പ്രാർത്ഥനയാലും വചനത്താലും നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ എന്നാണ്. അപ്പോൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് വിശുദ്ധിയിലേക്ക് നമുക്ക് മടങ്ങി വരാം. വചനത്താൽ നമ്മളെ ശുദ്ധീകരിക്കും, വചനം നമ്മളെ ശുദ്ധീകരിക്കും, പ്രാർത്ഥന നമ്മളെ വിശുദ്ധീകരിക്കും. അങ്ങനെ നമ്മുടെ ആ പ്രാർത്ഥനയും വചനവും കൂടെ ആകുമ്പോൾ നമ്മൾ ശക്തിപ്പെടും കേട്ടോ. ദൈവത്തിന് മഹത്വം. ആമേ. 11ാമത്തേത് ക്രിസ്തുവിനെ നമ്മൾ ധരിക്കണം. റോമാലേഖനം 13 അധ്യായം 14 വാക്യം. സ്തോത്രം, ദൈവത്തിന് മഹത്വം. ക്രിസ്തുവിനെ ധരിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ക്രിസ്തുവിനെ ധരിക്കണം. അത് എബ്രായലേഖനം 12:1 വായിച്ചത്. ഇത് ക്രിസ്തുവിനെ ധരിക്കണം, പുറമേയുള്ള ക്രിസ്തുവിനെ ധരിക്കണം. റോമാലേഖനം 13:14 വാക്യം. 12ാമത്തെ പോയിന്റിലേക്ക് വരുന്നു. പുതിയ മനുഷ്യനെ നമ്മൾ ധരിക്കണം. പുതിയ മനുഷ്യൻ എന്താണ്? പുതിയ മനുഷ്യൻ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്നാണ്. അപ്പോൾ പുതിയ മനുഷ്യനായി, പുതിയ സൃഷ്ടിയായിട്ട് തീരണം. അങ്ങനെ ഈ ഒരു പുതിയ മനുഷ്യനും ഞാൻ ആകെ മാറുക. പണ്ട് ഭയങ്കര ഇതായിരുന്നു, ഇപ്പം കുറച്ച് മാറ്റമുണ്ട് എന്നല്ല. പണ്ട് ഞാൻ 2 സിഗരറ്റേ വലിക്കത്തുള്ളായിരുന്നു. പണ്ട് ഞാൻ 1 പാക്കറ്റ് സിഗരറ്റേ വലിക്കത്തുള്ളായിരുന്നു. ഇപ്പം ഞാൻ എന്ത് ചെയ്യുക? 2 കൂടി വലിക്കും. അതല്ല, പണ്ട് ഞാൻ 2 പ്ലേറ്റ് ചോറ് കഴിക്കുമായിരുന്നു. ഇപ്പം 1.5 പ്ലേറ്റേ കഴിക്കത്തുള്ളൂ. നല്ല പണ്ട് ഞാൻ വഴക്കൊക്കെ പോകുമായിരുന്നു. ഇപ്പം അത്യാവശ്യമായാലും വഴക്കിൽ വന്നാൽ 1-2 കാര്യം പറയും എന്നല്ല. ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വിശുദ്ധിയോടെ ജീവിക്കുന്നു. വേണ്ടി വന്നാൽ പഴയ സ്വഭാവം എൻ്റെ ഉണ്ട്, വേണമെങ്കിൽ എന്നല്ല. പരിപൂർണമായിട്ട് പരിച്ഛേദമായി പഴയ മനുഷ്യന്, പഴയ സ്വഭാവം, പഴയ രീതികൾ, പഴയ വസ്ത്രം, പഴയ ഭാവങ്ങൾ,
പഴയ ചിന്തകളെല്ലാം വെടിയണം പ്രിയരെ, എല്ലാം വെടിയണം. കർത്താവിന് വേണ്ടി എല്ലാം വെടിയണം. കർത്താവിന് വേണ്ടി ഈ ഓട്ടത്തിൽ ജയിക്കണ്ടേ? ഈ ഓട്ടത്തിൽ നമുക്ക് ഫിനിഷിലെത്തണ്ടേ? നമ്മളെന്തിനാണ് ഇറങ്ങിയത്? പിന്നെ എന്തിനാണ് നമ്മൾ ഈ സമുദായം വിട്ട്, ഹിന്ദുമതം വിട്ടു, ഈ സമുദായങ്ങളൊക്കെ വിട്ട് നമ്മൾ വന്നത് പ്രിയരെ? നല്ല ശവക്കല്ലറെ കിടക്കാമായിരുന്നു, നല്ല മഞ്ചലിൽ കൊണ്ടുപോകും, നല്ല റീത്ത് കിട്ടും, നല്ലൊരു പെട്ടി കിട്ടും, നല്ല ഈ ദോശപ്പ കിട്ടും, നല്ല മണിയടി, നല്ല കുന്തിരക്കം പുകയ്ക്കുന്നത്, നല്ല ആൾക്കാർ കൊണ്ടുവന്ന് നമ്മളെ അടക്കും. ആ പള്ളി കിടന്ന പോലായിരുന്നു. നല്ല വാഴയില വെട്ടിയിട്ട് കിടത്തി, നമ്മളെ മൂക്കിലും വായിലൊക്കെ കെട്ടിയിട്ട് നമ്മളെ കത്തിച്ച്, നല്ല ചന്ദനമുട്ടി കത്തിട്ട് കത്തിച്ച് നമ്മളെ എന്ത് ചെയ്യുക, ദഹിപ്പിക്കുമായിരുന്നു. നല്ല പൂണോടിട്ട പൂജാരിമാർ വന്ന് മന്ത്രങ്ങളൊക്കെ ചൊല്ലി. നമ്മളെന്തിനാണ് വന്നത്? എന്തിനാണ് പെന്തക്കോസ്തിലേക്ക് വന്നത് പ്രിയരെ? എന്തിനാണ് ഈ പൈസ എല്ലാം മുടക്കി, ഈ നഷ്ടങ്ങൾ? പിന്നെ ചിലർ ഈ പെന്തക്കോസ്തി വരുന്നതിനൊരു കാര്യമുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ. ഈ ചിലർ ഈ പെന്തക്കോസ്തി വരുന്നതിൻ്റെ കാര്യം, ഈ അവർ സമുദായത്തിലൊക്കെ ഭയങ്കര പിരിവായിരുന്നു. സമുദായത്തിൽ ഭയങ്കര പിരിവാണ്. എപ്പോഴും അച്ഛനും കമ്മിറ്റിക്കാർക്കും പിരിവാണ്. പൈസ കൊടുത്ത് മടുത്ത്. അതുകൊണ്ട് പെന്തക്കോസ്തിലാകുമ്പോൾ ഒന്നും കൊടുക്കണ്ടല്ലോ, പുറകെ വന്നിരുന്നാൽ മതിയല്ലോ. തിരുവല്ലായിലൊക്കെ ഒത്തിരി സഭകളുണ്ട്. വലിയ വലിയ ആൾക്കാരൊക്കെ വിട്ട് പോരുക. അവർക്ക് ആരാധനയൊന്നും വേണ്ട. അവർ ചാരിയിരിക്കാൻ ഒരു കസേര ഉണ്ടെങ്കിൽ, തടി കസേര, ചിലർക്ക് സ്ഥിരം കസേര, അത് ആ മരണം വരെ ആ കസേര ആർക്കും കൊടുക്കത്തില്ല. ഒന്നും ഇരിക്കുക. ഇഷ്ടം പോലെ പൈസയുണ്ട്. വലിയ കാറായി വരും, ഇഷ്ടം പോലെ പൈസ. പള്ളിക്ക് ഇഷ്ടപ്പെട്ട ഒരു 100 രൂപ 50 രൂപ സ്വത്രാഴ്ച ഇടും. വലിയ ബൈബിളൊക്കെ ആയിട്ട്, മറ്റേ ഡാനിയൽ റെഫറൻസിൻ്റെ ബൈബിളൊക്കെ പിടിച്ചുകൊണ്ട് ഓരോരുത്തർ വന്നു അപ്പച്ചന്മാർ. ചിരി വരും. ദൈവത്തിന് മഹത്വം. എന്തിനാണ് പ്രിയരെ? എന്തിനാണ് ഈ വേഷം കെട്ടല്? ഒന്നും കൊടുക്കാനല്ല പ്രിയരെ. അതുകൊണ്ട് പെന്തക്കോസ്തി വന്നാൽ ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. അവിടെ ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ ഇരട്ടി ഉത്തരവാദിത്വം പെന്തക്കോസ്തിലാണ്. നിങ്ങൾ പറയണോ, ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, നിവർത്തിപ്പാനാണ്, അതിനെ ഉറപ്പിക്കുകയാണ്. പഴയ നിയമത്തെക്കാൾ പേടിക്കേണ്ടത് പുതിയ നിയമമാണ്. ഞാൻ വിരൽ ചൂണ്ടി പറഞ്ഞെന്ന് പറഞ്ഞാൽ, പ്രിയരെ, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുന്നു, പഴയ നിയമത്തെക്കാൾ വിശുദ്ധി പുതിയ നിയമത്തിലാണ്. ഉടൻ ന്യായവിധി, ഉടൻ ശിക്ഷയുണ്ട്. ഉടനാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ശോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സൂക്ഷിച്ച് മൂവ് ചെയ്തോണം. വളരെ സൂക്ഷിച്ച് നിങ്ങൾ വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോയില്ലെങ്കിൽ നിങ്ങളെ ദൈവം അടിയും. ആരായാലും, ഞാനാണെങ്കിലും അടിച്ചിരിക്കും. പഴയ നിയമത്തിലെ പോലെ അല്ലത്. പഴയ നിയമത്തിലെ പ്രമാണവും അതൊന്നുമല്ല, അതിനേക്കാളും കട്ടിയാണിത് പുതിയ നിയമം. അതിലും വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട, പഠിക്കേണ്ട, അനുസരിക്കേണ്ട, നമ്മൾ അനുഭവമാക്കേണ്ട, പിൻപറ്റേണ്ടതാണ് പുതിയ നിയമം. വളരെ പേടിയാണ് പ്രിയരെ, പേടി തോന്നുകയാണ്. പുതിയ മനുഷ്യനെ ധരിക്കണമല്ലോ. അത് റോമാലേഖനം 13-ാം അധ്യായം 12-ാം വാക്യം, എഫേസ്യ ലേഖനം 4-ാം അധ്യായം 24-ാം വാക്യം. 13-ാമത്തെ പോയിന്റ്, 13-ാമത്തെ വസ്ത്രം വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെ കവചം ധരിക്കണം. 1 തെസ്സലോനിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. ഇതാണ് 15 14 കൂട്ടം വസ്ത്രങ്ങൾ. ഒരുപാട് വസ്ത്രമാണ്. നമ്മൾ ഓടുമ്പോൾ നമ്മൾ ഈ വസ്ത്രം ധരിക്കണം. പക്ഷേ ഓട്ടക്കളത്തിൽ നമുക്ക് വസ്ത്രം വളരെ കട്ടി കുറഞ്ഞ വസ്ത്രമാണ് ധരിക്കുന്നത്. ഓടാൻ അതാണ് ഈസി. ഓടുന്നവരെല്ലാം വളരെ ശരീരമൊക്കെ വളരെ കുറച്ചും വളരെ ഭാരം കുറയ്ക്കും. എന്നാൽ നമ്മളെ ഈ ഓട്ടത്തിലൊക്കെ ഓടി ജയിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഭാരം ഒത്തിരി കുറയ്ക്കണം. വസ്ത്രം ഒക്കെ കുറയ്ക്കണമെന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഭാരം കുറയ്ക്കണം.
നമ്മുടെ ശരീരത്തിലെ ഭാരം കുറയ്ക്കണം. വസ്ത്രം, വിശുദ്ധ വസ്ത്രം, ഇതെല്ലാം നമ്മൾ ധരിച്ചിരിക്കണം. കാരണം ശത്രു നമ്മളെ നോക്കുമ്പോൾ നമുക്കൊരു കുറവും ഉണ്ടാകരുത്. ചോദ്യം ചെയ്യാൻ വരുമ്പോൾ ഒരു കുറവും നമുക്കുണ്ടാകരുത്. നമ്മൾ സ്നാനപ്പെട്ടാൽ മാത്രം പോരാ, ഈ വസ്ത്രങ്ങളൊക്കെ നമ്മൾ ധരിച്ചിരിക്കണം. ഇത് നമ്മുടെ കയ്യിലുണ്ടാകേണ്ട കാര്യങ്ങളാണ്. സർവായുധ വർഗം, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിനാണ് സർവായുധ വർഗം ധരിച്ചു കൊള്ളുവരുന്നതാണ്. എഫേസ്യ ലേഖനം 6-ാം 10-ാം വാക്യം മുതൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ 9 കൂട്ടം കാര്യങ്ങൾ, ഈ സർവായുധ വർഗങ്ങൾ നമ്മൾ ധരിച്ചിരിക്കണം. ശിരസ്ത്രവും ആത്മാവിൻ്റെ വാളും വിശ്വാസം എന്ന പരിചയം, സുവിശേഷത്തിൻ്റെ കാലച്ചെരുപ്പും, ഇതെല്ലാം നമ്മൾ ധരിച്ചുകൊണ്ട് വളരെ ശക്തിയോടൊരു ഭടൻ്റെ അനുഭവത്തിൽ വേണം നമ്മളിതോടെ. വളരെ യുദ്ധക്കളമായത്. ശരിക്കും യുദ്ധക്കളമാണ്. കളിക്കളം എന്ന് പറയുമ്പോൾ തന്നെ യുദ്ധക്കളമാണ്. ഈ യുദ്ധത്തിൽ കൊളോസിയത്തിൽ നടന്ന ആ മൃഗയുദ്ധം പോലൊക്കെ മനുഷ്യനെ ഇട്ട് കൊടുക്കുക, മനുഷ്യൻ്റെ കളി, ഇതിൻ്റെ കളി, മൃഗത്തിൻ്റെ മനുഷ്യൻ്റെ കളി കണ്ട് ചിരിക്കുകയും സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നൊരു നൂറ്റാണ്ടുണ്ടായിരുന്നു. കൊലോസിയം എന്ന് പറയുന്ന ഒരു വലിയ ചരിത്രപ്രസിദ്ധമായൊരു ഒരു നഗരമുണ്ട്. അവിടെ പണ്ട് നമ്മുടെ ദൈവമക്കളെ കൊണ്ടുവന്ന് മെഴുക് കത്തിച്ച് ആ തീ കണ്ട് സന്തോഷിക്കുന്നവർ 2 മുളകൾ തമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ നടുക്ക് 2 കാലും കെട്ടിയിട്ട് 2 മുളകളും ഇങ്ങനെ വിടും. അപ്പം കീറി പോകുന്നത് കണ്ട് സന്തോഷിക്കുക. തീക്കിരയാക്കി കൊടുക്കുക. ആ വെട്ടത്തിൽ ആ ഒരു കൊളോസിയം അല്ലെങ്കിൽ ആ ഒരു ഗ്രൗണ്ട് മുഴുവനും ആ വെട്ടത്തിൽ ആ വെട്ടം കൊണ്ട് സമയം നേരം വെളുപ്പിക്കുന്നു. മനുഷ്യനെ പച്ചയ്ക്ക് കത്തിക്കുന്നു. മൃഗങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്നു. മൃഗങ്ങളുമായി യുദ്ധം ചെയ്യുന്നു. എന്താ പ്രിയമുള്ളവരെ, അന്നത്തെ കാലത്ത് അതിനെ കൊണ്ടാണ് ആ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. നമ്മൾ ക്ഷീണിച്ചു പോകും. നമ്മൾ യുദ്ധകളത്തിൽ പോകുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകും. അപ്പോൾ നമുക്ക് ജയിക്കുവാനായിട്ട് നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഒന്ന്, ദുർനടപ്പ് വിട്ട് നമ്മൾ ഓടിപ്പോകണമെന്ന് ദൈവദിനം വായിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 6-ാം 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ദുർനടപ്പ് വിട്ട് ഓടുക. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ദുർനടപ്പ് വിട്ട് ഓടുക. പിന്നെ നമ്മൾ ഓടുന്നത് വിഗ്രഹാരാധന വിട്ട് നമ്മൾ ഓടുക. വിഗ്രഹാരാധന വിട്ട് നമ്മൾ ഓടണം. ഇപ്പം നമ്മൾ ഏറ്റവും അധികം നമ്മൾ സ്നേഹിക്കുന്നത് ആരാണോ? ഏത് വ്യക്തിയാണോ? കാറിനെയാണോ സ്നേഹിക്കുന്നത്? വീടിനെയാണോ സ്നേഹിക്കുന്നത്? അതുപോലെ മക്കളെയാണോ നമ്മൾ സ്നേഹിക്കുന്നത്? വസ്തുവിനെയാണോ സ്നേഹിക്കുന്നത്? നമ്മുടെ നിക്ഷേപം ഇരിക്കുന്ന ഇടത്തെയാണോ നമ്മൾ സ്നേഹിക്കുന്നത്? നമ്മുടെ സ്നേഹം എവിടെയാണ് ഉള്ളത്? ആ സ്നേഹം എവിടെയാണോ, അപ്പോൾ ആ സ്നേഹത്തെ നമ്മൾ വിഗ്രഹമാക്കിയാണ് ദൈവജനം നമുക്ക് പഠിപ്പിക്കുന്നത്. അത് വിഗ്രഹമാണ്. യഥാർത്ഥമായും അതൊരു വിഗ്രഹമാണ്. അത് തെറ്റാണ്. ആ വിഗ്രഹാരാധന വിട്ട് നമ്മൾ ഓടണം എന്നാണ്. സോതോമിൽ ഓടി ലോത്തിൻ്റെ ഭാര്യയെ നമുക്കറിയാമല്ലോ. ലോത്തിൻ്റെ ഭാര്യ സോതോം തനിക്ക് വിഗ്രഹമായി തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. എങ്ങനെ ആ പട്ടണം വിട്ട്, അവിടുത്തെ ബിസിനസ് വിട്ട്, അവിടുത്തെ ജീവിതം വിട്ട്, ആ സുഖ സൗകര്യങ്ങൾ വിട്ട് എങ്ങനെ ആ ജീവരക്ഷയ്ക്ക് അല്ലെങ്കിൽ കർത്താവിൻ്റെ ഓടേണ്ട ആവശ്യമില്ലെന്ന് തിരിഞ്ഞു നോക്കി. എങ്ങനെ ഈ പട്ടണം വിട്ടുപോകും? ദൈവത്തിൻ്റെ വാക്ക് ലംഘിച്ച് അനുസരണക്കേട് കാണിച്ചു. ദൈവം പറഞ്ഞ വാക്ക് വിശ്വസിക്കാതെ അവർ തിരിഞ്ഞു നോക്കി. പക്ഷേ ലോത്തും മക്കളും നോക്കിയില്ല. പക്ഷേ ലോത്തിൻ്റെ ഭാര്യ നോക്കി. ലോത്തിൻ്റെ ഭാര്യയുടെ പേരൊന്നും ബൈബിളിൽ കാണുന്നില്ല. മറ്റനേക സ്ത്രീകളെ പറ്റി, അവർ നല്ലത് ചെയ്തവരെ പറ്റിയൊക്കെ നല്ല പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ലോകത്തിൻ്റെ ഭാര്യ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കാരണം പുള്ളിക്കാരി പരസ്യഘോരമായൊരു സ്ത്രീയാണെന്ന് ഉപ്പ് തൂണായിപ്പോയി. ചരിത്രത്തിലൊക്കെ വായിക്കുന്നത് ഇന്നും ആൾക്കാർ, നമ്മുടെ മൃഗങ്ങൾ വന്ന്, പശുക്കളൊക്കെ വന്ന്
അത് നക്കും. അപ്പോൾ പുല്ല് തിന്നുകയും വന്ന് ഈ ഉപ്പിൻ്റെ കൂടെ പുല്ലും തിന്നും ഈ ഉപ്പ് നക്കുകയും ചെയ്യുമ്പോൾ ആ പശുക്കൾക്കൊക്കെ അത് ഇഷ്ടമായി ഒരു പരസ്യ കോലമാക്കി നിർത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവത്തിന് മഹത്വം. അപ്പോൾ അത് വളരെ ഒരു വേദനാജനകമായ ഒരു അനുഭവമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഒരിക്കലും ദൈവമക്കൾക്ക് ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകല്ലേ, പരസ്യകോലമായി തീരുന്ന അനുഭവത്തിലേക്ക് വരാതെ ഇതിനൊക്കെ ഒരു പ്രതിഫലം വാങ്ങിക്കാനായിട്ട് നമുക്ക് ഓടാം. വിഗ്രഹാരാധന വിട്ട് ഓടണം. 1 കൊരിന്ത്യർ ലേഖനം 10:14 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. വേഗം പോകുന്നു. 2 പോയിന്റിലൂടെ യൗവന മോഹങ്ങളെ വിട്ട് നമുക്ക് ഓടണം. ഈ യൗവന മോഹങ്ങളെന്ന് പറയുമ്പോൾ യൗവനക്കാർ മാത്രമല്ല, വാർദ്ധക്യത്തിലുള്ളവരും യൗവനക്കാരുടെ സ്വഭാവം ഉള്ളവരുണ്ട്. വാർദ്ധക്യമായവരെന്നുള്ള ചിന്ത, വാർദ്ധക്യമായെന്നുള്ളൊരു ചിന്ത അവർക്കില്ല. അത് ക്രിസ്തുവിനെ തലയോളം വളരണം. ന്യായമില്ലാത്ത പാൽ കുടിക്കുന്ന സമയമല്ലത്. കട്ടിയുള്ള ആഹാരം കഴിക്കേണ്ട സമയം, പാകത വന്ന ക്രിസ്തുവിനുള്ള തലയോളം വലുതായ അല്ലെങ്കിൽ ഘനമായ ഉപദേശത്തിലൊക്കെ നിലനിൽക്കുന്നവരായിത്തീരണം. ഘനമായ ഉപദേശത്തിലും കട്ടിയായ ഉപദേശത്തിലും ശുദ്ധിക്കും വേർപാടിനും വേണ്ടിയൊക്കെ നിൽക്കുന്നവരായി മാതൃകയുള്ളവരായിരിക്കണം. പൊട്ടച്ചൊല്ലും കളിവാക്കും വിശുദ്ധന്മാർക്ക് ചേരാത്തതൊന്നും അരുത്. ഇവിടെ യൗവന മോഹങ്ങളെ നമ്മൾ വിടണം. ഇപ്പം ഞാൻ ഇടയ്ക്കൊരു കാര്യം പറയാം. ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് തുടങ്ങി, വാർദ്ധക്യ പ്രേമം. ഞാൻ പറയുന്നതെന്താണെന്ന് വാർദ്ധക്യ സ്നേഹം. ഇപ്പം ബന്ധക്കോസിലും വന്നിട്ടുണ്ട് വാർദ്ധക്യ പ്രേമം. അത് എന്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് തെറ്റാണ്. അത് വളരെ തെറ്റാണ്. അത് പാടില്ലത്. അത് തെറ്റാണ്. അത് ചെയ്യാൻ പാടില്ല. വാർദ്ധക്യ സ്നേഹം, വാർദ്ധക്യ പ്രേമം ഒന്നും പാടില്ല. ദൈവത്തെ മാത്രം സ്നേഹിക്കുക, കർത്താവിനെ മാത്രം സ്നേഹിച്ചാൽ മതി. വേറെ റോഗങ്ങൾ തെറ്റിപ്പോൾ ഓട്ടം തെറ്റിപ്പോവും പ്രിയരെ, നമ്മുടെ ദർശനം തെറ്റിപ്പോവും. നിങ്ങൾ സഭയിൽ വളരെ ഉത്തരവാദിത്തോടെ വിശ്വസ്തയോടെ തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസികതയിൽ നിങ്ങൾക്ക് ഓടി തികയ്ക്കാൻ പറ്റും. നമ്മളെ പ്രലോഭിപ്പിക്കുന്നതായ, നമ്മളെ വശീകരിക്കുന്നതായ അനേക കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തെ അശുദ്ധതയിലേക്ക്, നമ്മളെ അശുദ്ധിയിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന, നമ്മുടെ അശ്രദ്ധനാക്കുന്ന, നമ്മളെ പ്രലോഭിപ്പിക്കുന്ന, നമ്മുടെ വിശുദ്ധിക്ക് കോട്ടം തട്ടുന്ന, നമ്മുടെ ദർശനത്തെ മങ്ങലേൽപ്പിക്കുന്ന, ആ വിശുദ്ധിക്ക് കളങ്കമിടുന്നതായ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. അവിടെ എല്ലാം നമ്മൾ തട്ടി ജയിച്ച് കയറി പോയില്ലെങ്കിൽ ഈ ഓട്ടം കൊണ്ട് ഒരു പ്രയോജനം. തിരിച്ചോടി നമ്മൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് നല്ലത്. എന്തിനാ വെറുതെ സമയം പാഴാക്കുന്നത്? തിരിച്ചു ഓടിക്കഴിഞ്ഞാൽ അനേകർ പുറകിലുണ്ട്, നമ്മളെ കാത്തിരിക്കുന്നവരുണ്ട്. അവിടെ ചെല്ലാൻ കുറച്ചാൾ അങ്ങനെ കഴിയാം. എന്തിനാണ് നമ്മൾ വെറുതെ കർത്താവിന് പുറകെ ഓടി ഈ വിശുദ്ധിക്കും ജയിക്കാനായിട്ടല്ലെങ്കിൽ നമ്മളെന്തിനാണ് ഓടുന്നത്? ഇടയ്ക്ക് വന്ന് വീഴാനാണ് കുഴി വീഴാനാണ് എന്തിനാണ് നമ്മൾ ഓടി വരുന്നത്? ഇടയ്ക്ക് വന്ന് പരാജയപ്പെടാതെ നമ്മളെന്തിനാ? ഇറങ്ങിയപ്പോഴേ പറഞ്ഞല്ലോ, നിങ്ങൾ ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്, ഇത് നിങ്ങൾ ഓടിയാൽ ജയിക്കുന്നില്ല, ഇത് നിസ്സാരമല്ലിത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയരെ, നമ്മൾ ഓട്ടത്തിൽ നമുക്ക് ജയിക്കണം, വിരുദ് പ്രാപിക്കണം. നാലാമത്തെ ദോഷകരമായ മോഹങ്ങളെ വിട്ടുകൂടുക എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. യൗവനമോഹങ്ങളെ 2 തിമോഥെയോസ് 2:22 ദോഷകരമായ മോഹങ്ങളെപ്പറ്റി പറയുന്നത് 1 തിമോഥെയോസിൻ്റെ ലേഖനം 6-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. പ്രിയരെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വാക്യങ്ങളാൽ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. സ്തോത്രം.